നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഒരു പ്ലം കേക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്, ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനു മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക വേണം. ഇത് നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഏത് ഫ്രൂട്ട് ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ചുവന്ന മുന്തിരി, കറുത്ത മുന്തിരി, കുറച്ച് ചെറി, മിക്സഡ് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് ഈത്തപ്പഴം, അതാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കുരുവൊക്കെ കളഞ്ഞ് നന്നായി കട്ട് ചെയ്തെടുക്കണം. മുന്തിരി കട്ട് ചെയ്യണ്ട. ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിൽ ആഡ് ചെയ്യുന്നതിന് മുൻപ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് മുന്നേ തയ്യാറാക്കി വെക്കുന്നത്. ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായി മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത്. പഞ്ചസാര എല്ലാം നന്നായി ഉരുകി പതഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണിത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. വെള്ളം കൂടി പോകരുത്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ട മൈദ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ഇഞ്ച് പട്ട, 2 ഏലക്ക, 4 ഗ്രാമ്പു, ഇത്രയും ചേർത്ത് നന്നായി പൊടിച്ചെടുത്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് കേക്ക് മിക്സ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഒരു കുക്കറിൽ ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്.
ബട്ടർ തേച്ചിട്ട് അതിനടിയിൽ ബട്ടർ പേപ്പറും വെച്ച കുക്കറിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തവ വെച്ച് അതിന് മുകളിൽ കുക്കർ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിന് വിസിലിടണ്ട. നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് പുറത്തെടുത്തതാണ്. വളരെ ടേസ്റ്റാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.